കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ, വിശേഷിച്ച് നാടുവിടാൻ ബാഗും പാക്ക് ചെയ്ത് വിസയ്ക്കായി കാത്തിരിക്കുന്ന എൻ്റെ യുവ സുഹൃത്തുക്കളെ, നിങ്ങൾക്കായി ഇതാ ഒരു വമ്പൻ സന്തോഷ വാർത്ത. നമ്മുടെ മുഖ്യമന്ത്രിയും സംഘവും ചേർന്ന് കോഴിക്കോട് വെച്ചൊരു അത്ഭുത രേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് പ്രകടന പത്രിക എന്നാണ്. കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ വരുന്നുണ്ടല്ലേ? വരണം. കാരണം ഇതിലെ വാഗ്ദാനങ്ങൾ കേട്ടാൽ സാക്ഷാൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലും ലജ്ജിച്ച് പുകഞ്ഞു പോകും. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഈ നാണം കിട്ട വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായി പുറത്തു വരുന്നത് എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ അത്ഭുതം. ആദ്യം തന്നെ നമുക്ക് ആ വമ്പൻ പ്രഖ്യാപനത്തിലേക്ക് കടക്കാം. കേരളത്തിൽ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി. കേൾക്കുമ്പോൾ എന്ത് സുഖമല്ലേ? പക്ഷെ പ്രിയപ്പെട്ട സർക്കാരെ, ഈ എല്ലാവരും എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ വിദേശത്ത് പ്ലേറ്റ് കഴുകാനും ഷെൽഫ് എടുക്കാനും പോകുന്ന നമ്മുടെ യുവാക്കളെയാണോ? അതോ ഇവിടെ PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നിയമനം കിട്ടാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴയുന്ന പാവങ്ങളെയാണോ? നാണം എന്നൊരു സാധനം അല്പമെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കാനാണ് ഇപ്പോൾ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത്. ബിരുദ വിദ്യാഭ്യാസം 2026 മുതൽ സൗജന്യമാക്കുമ്പോഴും ഇവിടെ സൗജന്യമായി പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പഠിച്ചിറങ്ങുന്ന യുവാക്കൾക്ക് നല്ല ഒന്നാന്തരം ഒരു പാസ്പോർട്ടും വിസയും കൂടി ഈ സൗജന്യ പാക്കേജിൽ ഉൾപ്പെടുത്താമായിരുന്നു. കാരണം പഠിച്ചിറങ്ങുന്നവന് ഇവിടെ എന്ത് ജോലിയാണ് നിങ്ങൾ കൊടുക്കുന്നത്? 10 വർഷത്തെ പുരോഗതിയുടെ തുടർച്ചയാണത്രേ ഈ കാണുന്നത്. ശരിയാണ്, ആ പുരോഗതിയുടെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ എയർപോർട്ടുകളിലെ ഇമിഗ്രേഷൻ കൗണ്ടറുകളിലെ ക്യൂ തന്നെയാണ്. ഡിഗ്രി കയ്യിൽ കിട്ടിയാൽ അന്ന് രാത്രി തന്നെ മസ്കറ്റിലേക്കോ ലണ്ടനിലേക്കോ പറക്കാൻ നിൽക്കുന്ന യുവാക്കളുടെ എണ്ണം കാണുമ്പോൾ അഭിമാനം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ട്. യുവാക്കൾക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്ന അതേ ആവേശത്തോടെ തന്നെയാണല്ലോ സ്ത്രീകളിൽ പകുതി പേർക്കും ജോലി ഉറപ്പാക്കുമെന്ന് തള്ളുന്നത്. നിലവിൽ സർക്കാർ സർവീസിലുള്ളവർക്ക് ശമ്പളവും വിരമിച്ചവർക്ക് പെൻഷനും കൊടുക്കാൻ ഗതിയില്ലാതെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് കടമെടുക്കാൻ സുപ്രീം കോടതി വരെ പോകുന്നവരാണ് ഈ 3000 രൂപ പെൻഷൻ പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ജനം പൊട്ടന്മാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ജനത്തിന്റെ ഓർമ്മശക്തിയിൽ അത്ര വലിയ വിശ്വാസമാണോ നിങ്ങൾക്ക്? അടുത്തത് അതിവേഗ റെയിൽപാതയാണ്. വടക്ക് നിന്ന് തെക്കോട്ട് ഓടാൻ പാതയുണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ യുവാക്കൾ എന്തിനാണ് ഇത്ര വേഗത്തിൽ വിദേശത്തേക്ക് ഓടുന്നതെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നന്നായേനെ. കയ്യിലുള്ള കാശ് മുടക്കി കേരളിന് കല്ലിട്ടവർക്ക് ഇപ്പോഴും ഒരു കുലുക്കവുമില്ല. സംരംഭം തുടങ്ങാൻ പലിശരഹിത വായ്പ തരാമെന്നാണ് മറ്റൊരു തമാശ. ഇവിടെ ഒരു പെട്ടിക്കട തുടങ്ങാൻ പോയാൽ ഒരു പ്രവാസിക്ക് കിട്ടുന്ന അനുമതിയും പാർട്ടി ഓഫീസുകളിൽ നിന്ന് കിട്ടുന്ന നോട്ടവും നൂലാമാലകളും കണ്ടാൽ ഏതൊരു സംരംഭകനും അടുത്തുപോകും. സംരംഭം തുടങ്ങാൻ വരുന്നവന് പുഴുക്കുത്തേൽക്കുന്ന അവസ്ഥയിലുള്ള നാട്ടിലാണ് പലിശരഹിത വായ്പയുടെ മധുര വാഗ്ദാനം. സത്യം പറഞ്ഞാൽ ഈ പ്രകടന പത്രിക ഒരു ആക്ഷേപഹാസ്യ പുസ്തകമായി വേണം പ്രകാശനം ചെയ്യാൻ. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗരാജ്യവും കേരളത്തിലെ ഇന്നത്തെ കടുത്ത യാഥാർത്ഥ്യവും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ആർട്സ് കോളേജിൽ സൗജന്യ പഠനം തരാമെന്ന് പറയുമ്പോൾ യുവാക്കൾ ചിന്തിക്കുന്നത് പഠിച്ചിട്ട് ഇവിടെ വെറുതെ ഇരിക്കുന്നതിൽ നല്ലത് വല്ല ജർമ്മനിയോ കാനഡയോ നോക്കുന്നതാണെന്നാണ്. 950 നിർദ്ദേശങ്ങൾ ഉണ്ടത്രേ. ഇതിലൊരു നിർദ്ദേശമെങ്കിലും ഉണ്ടോ നമ്മുടെ സംസ്ഥാനം എങ്ങനെ ഈ കടക്കിണിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന്? അതോ ഇനിയും പുതിയ പേരിൽ കടമെടുത്ത് ആഘോഷിക്കാനാണോ പരിപാടി? ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ജോലി ഉറപ്പാക്കുമെന്നും 60,000 കുട്ടികൾക്ക് ഈ വർഷം തന്നെ തൊഴിൽ നൽകുമെന്നും പറയുന്നത് കേൾക്കുമ്പോൾ പഴയ നവകേരള സദസ് ഓർമ്മ വരികയാണ്. അന്ന് നൽകിയ പരാതികൾക്ക് എന്ത് സംഭവിച്ചെന്ന് തിരക്കിയ ആർക്കും ഈ പുതിയ വാഗ്ദാനത്തിലും വലിയ പ്രതീക്ഷയുണ്ടാകില്ല. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ലേ? വമ്പൻ വാഗ്ദാനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ജനത്തിനിപ്പോൾ ചിരിയാണ് വരുന്നത്. ഒരു തരം സങ്കടം കലർന്ന ചിരി. കാരണം കഴിഞ്ഞ തവണ തന്ന വാഗ്ദാനങ്ങളുടെ പുരോഗതി ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്നതിനും ഒരു പരിധിയില്ലേ? വികസനവും ക്ഷേമവും ഒക്കെ കവലകളിലെ ഫ്ലെക്സുകളിലും പത്രപരസ്യത്തിലും കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ സാധാരണക്കാരന്റെ പോക്കറ്റിലും അടുക്കളയിലും അത് എത്തുന്നില്ല എന്നതാണ് വാസ്തവം. നവലോകത്തെ നേരിടാൻ പുതിയ തലമുറയെ പ്രാപ്തരാക്കുമ്പോഴും അവർ സ്വന്തം നിലയ്ക്ക് പ്രാപ്തരായി കഴിഞ്ഞു മുഖ്യമന്ത്രിയെ. അതുകൊണ്ടാണ് അവർ ഈ നാടങ്ങ് ഉപേക്ഷിച്ചു പോകുന്നത്. നിങ്ങളുടെ ഈ വാഗ്ദാനങ്ങൾ കേട്ടിരിക്കാൻ ഇവിടെ ആരെങ്കിലും ബാക്കിയുണ്ടാകുമോ എന്നതാണ് അടുത്ത 5 വർഷത്തെ വലിയ ചോദ്യം. ഇനിയെങ്കിലും ഈ പച്ചക്കള്ളങ്ങളൊന്ന് കുറച്ച് യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറന്നുകൂടി സർക്കാരെ. സത്യത്തിൽ ഈ പ്രകടന പത്രിക വായിക്കുമ്പോൾ നമുക്ക് തോന്നുക കേരളം ഏതോ ഗൾഫ് രാജ്യം പോലെ പണക്കൊഴുപ്പിൽ ആറാടുകയാണെന്നാണ്. പവർ കട്ടില്ലാത്ത കാലം തുടരുമെന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. സാർ, കഴിഞ്ഞ മാസം കറണ്ട് ബില്ല് വന്നപ്പോൾ ഷോക്ക് അടിച്ച സാധാരണക്കാരനോടാണ് ഈ പറയുന്നത്.
ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് പറയുന്ന അതേ നാവുകൊണ്ട് തന്നെയാണല്ലോ ചാർജ് എന്ന പേരിൽ ഓരോ മാസവും ജനത്തെ പിഴിയുന്നത്. പ്രകടന പത്രികയിൽ മാത്രം വെളിച്ചമുണ്ടായതുകൊണ്ട് കാര്യമില്ല, സാധാരണക്കാരന്റെ വീട്ടിലെ ഫ്യൂസ് ഊരാതിരുന്നാൽ മതിയായിരുന്നു. അടുത്തത് കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ എന്ന വാഗ്ദാനമാണ്. കേൾക്കാൻ നല്ലതാണ്, പക്ഷെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ മരുന്നിന് പോലും പണമില്ലാതെ രോഗികൾ വലയുമ്പോഴാണ് ഈ പുതിയ പടക്കം പൊട്ടിക്കുന്നത്. കാരുണ്യ പദ്ധതിയുടെയും മറ്റും കുടിശ്ശിക കൊടുക്കാൻ ഗതിയില്ലാത്തവർ എങ്ങനെയാണ് പുതിയ പരിരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുന്നത്? ഇതൊക്കെ കാണുമ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നതിന് പകരം ഒന്നുമില്ലെങ്കിലും ഓണം പോലെ തള്ളാമെന്നാണ് സർക്കാർ നയം എന്ന് പറയേണ്ടി വരും. ഇനി മറ്റൊരു വലിയ തമാശ, 60,000 കുട്ടികൾക്ക് ഈ വർഷം ജോലി എന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി PSC റാങ്ക് ലിസ്റ്റിൽ ചോര നീരാക്കി പഠിച്ചു കയറിയ യുവാക്കൾ തിരുവനന്തപുരത്ത് തെരുവിൽ കിടന്ന് സമരം ചെയ്യുകയായിരുന്നു. അവരോട് ജോലിയില്ല, നിയമനമില്ല എന്ന് പറഞ്ഞ അതേ ആൾക്കാരാണ് ഇപ്പോൾ പുതിയ 60,000 പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ആ പഴയ നവകേരള സദസ്സ് നിങ്ങൾക്ക് ഓർമ്മ വരും. അന്ന് കിട്ടിയ ലക്ഷക്കണക്കിന് പരാതികൾക്ക് എന്ത് സംഭവിച്ചു? അതിപ്പോൾ ഏതോ ആക്രിക്കടയിൽ ഇരിക്കുന്നു എന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? ഇനി ഈ 950 നിർദ്ദേശങ്ങൾ, ഇത് ശരിക്കും ഒരു ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയുള്ള ശ്രമമാണോ എന്ന് സംശയമുണ്ട്. നടപ്പിലാക്കാൻ പോകുന്ന 9 കാര്യങ്ങൾ വ്യക്തമായി പറയുന്നതിന് പകരം 950 എണ്ണം നിരത്തി ജനങ്ങളെ അമ്പരിപ്പിക്കുകയാണ്. ഇതിൽ പകുതിയും പഴയ പ്രകടന പത്രികകളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതാണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. പഴയ വീന് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ പഴയ നുണകൾ പുതിയ കവറിൽ പൊതിഞ്ഞു തരുന്നു എന്ന് മാത്രം. പ്രകടന പത്രിക പ്രകാശിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളം 10 വർഷമായി കൈവരിച്ച പുരോഗതിയുടെ തുടർച്ചയാണെന്നാണ്. ശരിയാണ്, കടം വാങ്ങുന്ന കാര്യത്തിൽ നമ്മൾ വലിയ പുരോഗതി കൈവരിച്ചു. ശമ്പളവും പെൻഷനും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ എത്തിച്ച ആ പുരോഗതി തന്നെയാണോ ഇനിയും തുടരാൻ പോകുന്നത്? യുവതലമുറയെ നവലോകത്തിന് പ്രാപ്തരാക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടത് നിങ്ങളുടെ സൗജന്യങ്ങളല്ല, മറിച്ച് ഇവിടെ സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യമാണ്. ഒരു സംരംഭം തുടങ്ങിയാൽ രാഷ്ട്രീയക്കാരന്റെ പിരിവോ ചുവപ്പുനാടയുടെ കുരുക്കോ ഇല്ലാത്ത ഒരു കേരളം, അത് നൽകാൻ ഈ 950 നിർദ്ദേശങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പത്രിക എന്നത് തിരഞ്ഞെടുപ്പ് കാലത്തെ ഒരു കോമഡി സർക്കസ് മാത്രമാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്രയും വലിയൊരു പുസ്തകം അടിച്ചിറക്കിയ സർക്കാരിന്റെ തൊലിക്കട്ടിയെ സമ്മതിക്കണം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഈ പ്രകടന പത്രികയിലെ ചില തമാശകളെ കുറിച്ചാണ്. എന്നാൽ ഇതിന്റെ അവസാന താളുകളിലേക്ക് എത്തുമ്പോൾ ശരിക്കും ചോദിക്കേണ്ടി വരുന്നത് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവർക്ക് അല്പമെങ്കിലും യാഥാർത്ഥ്യ ബോധമുണ്ടോ എന്നാണ്. നവലോകത്തെ അഭിമുഖീകരിക്കാൻ പുതിയ തലമുറയെ പ്രാപ്തരാക്കുമെന്നൊക്കെ ഗമയിൽ എഴുതി വെക്കുമ്പോൾ ആ പുതിയ തലമുറ ഇപ്പോൾ എവിടെയാണെന്നൊന്ന് ചുറ്റി വരഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. അവർക്ക് നിങ്ങളുടെ വാഗ്ദാനങ്ങളിലല്ല, മറിച്ച് വിദേശ രാജ്യങ്ങളിലെ പാർട്ട് ടൈം ജോലികളിലാണ് പ്രതീക്ഷ. കാരണം ഇവിടെ ഒരു സംരംഭം തുടങ്ങാൻ പോയാൽ ചുവപ്പുനാടയിൽ കുരുങ്ങി ജീവൻ കളയേണ്ടി വരുമെന്ന് അവർക്ക് നന്നായി അറിയാം. 10 വർഷത്തെ പുരോഗതിയുടെ തുടർച്ചയായെന്ന് ആവർത്തിക്കുമ്പോൾ ആ 10 വർഷത്തിനിടയിൽ എത്ര ലക്ഷം യുവാക്കളാണ് ഈ നാട് ഉപേക്ഷിച്ച് പോയത് എന്നതിന്റെ കണക്കുകൂടി ഒന്ന് പത്രികയിൽ ഉൾപ്പെടുത്താമായിരുന്നു. കേരളം ഒരു വലിയ വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ ക്യാമ്പസ് പ്ലേസ്മെന്റിനെ കുറിച്ച് വാചാലരാകുന്നത്. ഇവിടെ ബാക്കിയുള്ളവർക്ക് പോലും സുരക്ഷിതമായി ജീവിക്കാൻ സാഹചര്യമുണ്ടോ? ഓണം വരുമ്പോൾ കിറ്റ് കൊടുക്കാനും വോട്ട് വരുമ്പോൾ പെൻഷൻ കൂട്ടാനും കാണിക്കുന്ന ഈ തിടുക്കം സാധാരണക്കാരന്റെ നിത്യജീവിതത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കൂടി കാണിക്കണം. 950 നിർദ്ദേശങ്ങൾ എന്നത് വെറും ഒരു സംഖ്യയല്ല, അത് ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള ഒരു വലിയ തന്ത്രമാണ്. ഇത്രയധികം നിർദ്ദേശങ്ങൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ വിചാരിക്കും എല്ലാം ശരിയാകുമെന്ന്. പക്ഷേ ഇതിൽ എത്ര എണ്ണം നടപ്പിലാക്കാൻ ആവശ്യമായ സാമ്പത്തിക ഭദ്രത നമ്മുടെ ഖജനാവിനുണ്ട്? കടമെടുത്ത് മുടിഞ്ഞ ഒരു സംസ്ഥാനത്തിന് ഇത്രയും വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ എന്ത് ധാർമ്മികതയാണുള്ളത്? എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.